my young friends in front of me and not so young friends behind me. കൃഷ്ണായർ സ്വാമിയെ ഞങ്ങളെല്ലാവരും സ്വാമി എന്നാണ് വിളിച്ചത്. ഇപ്പോൾ മേയർ പറയുണ്ടായി പിതൃതുല്യനാണ്. അതിലൊരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, പിതൃതുല്യനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹം ഒരു മുത്തശ്ശനെ പോലെയായിരുന്നു. എന്തുകൊണ്ടാണ് നവാസ് ഇന്ന് എന്നെ ഇവിടെ വിളിച്ചതെന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനിപ്പോൾ നോട്ട് ദ പൊസിഷൻ ദാറ്റ് ഐ എം ഹോൾഡിങ് നൗ, ജസ്റ്റിസ് എന്നോ ജഡ്ജ് എന്നുള്ള കാരണം കൊണ്ടല്ല, എനിക്കറിയാമത്. എൻ്റെ അച്ഛൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണായരുടെ ജൂനിയറായിട്ട് തുടങ്ങിയ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഇന്ന് സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ കൃഷ്ണായർ സ്വാമിയെ ജനിച്ച മുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു മുത്തശ്ശനെ പോലെയാണ്, നോട്ട് ലൈക്ക് എ ഫാദർ. പിതൃതുല്യൻ മാത്രമല്ല, മുത്തശ്ശനെ പോലെയാണ്. സ്വാമി എന്നെ ട്രീറ്റ് ചെയ്തതൊരു വക്കീലെന്നോ അല്ലെങ്കിൽ ഒരു പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കായിരുന്നില്ല. He always treated me like a grandson. മരണം വരെ I was his grandson. അപ്പോൾ ഇന്ന് ഞാൻ പോസിബിളി I am representing his family. I am representing him. I am representing his own being. Because എനിക്ക് I am sure that he recognized me thus. അത് തുടങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I won't take much of a time. ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. I will keep it very brief. നിങ്ങൾ എത്ര പേർക്ക് ജസ്റ്റിസ് കൃഷ്ണായരെ നേരിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയോ ആർക്കെങ്കിലും? എനി ഓഫ് മൈ യങ് ഫ്രണ്ട്സ് ഹു നോ കൃഷ്ണായർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? യു ഹാവ്. വേറെ ആരും കണ്ടിട്ടില്ല. ഞാൻ ഒരൊറ്റ വാക്കിൽ പറയാം, ഹി വാസ് എൻ എക്സ്ട്രീംലി റിമാർക്കബിൾ പേഴ്സൺ. ഇതിൽ കൂടുതൽ റിമാർക്കബിളായിട്ടൊരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു, ഈ ലോകത്ത് സാധിക്കില്ലായിരുന്നു. ഹി ഹാഡ് എവറി ക്വാളിറ്റി, എവറി ആട്രിബ്യൂട്ട് that you would possibly want to see in a perfect human being. അദ്ദേഹത്തിന് ഫെയിലിയേഴ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഫെയിലിയേഴ്സും വീക്ക്നെസ്സസും ഇറ്റ് ഓൺലി പ്രൂവ്സ് ദാറ്റ് ഹി ഈസ് ഹ്യൂമൻ. അല്ലെങ്കിൽ അദ്ദേഹം ഈശ്വരനെ മാറിയാണ്. അദ്ദേഹം ഈശ്വരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരാളെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള എക്സാമ്പിൾ ചിലപ്പോൾ സ്വാമിയായിരിക്കും. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം, സ്വാമി ഒരു ജഡ്ജിയായിരുന്നു, ജസ്റ്റിസ് വി ആർ കൃഷ്ണായർ. ഇവിടെ എഴുതിയിരിക്കുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണായർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. 1952 അദ്ദേഹം ഒരു MLA ആയി മദ്രാസിൽ. അറിയുമായിരുന്നു ആർക്കെങ്കിലും? ഹി വാസ് എൻ MLA. അത് കഴിഞ്ഞ് 1957 മന്ത്രിയായി. അത് കഴിഞ്ഞ് 1968 അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല, ഭാഗ്യം കൊണ്ട്. കാരണം 68 അദ്ദേഹം അതിനു മുമ്പ് കുറച്ചു കാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് 68 ജഡ്ജിയായി. ഹൈക്കോടതി ജഡ്ജി ആയാൽ സാധാരണ അദ്ദേഹത്തിന് ഒരു 54 വയസ്സുണ്ടായിരുന്നു. സാധാരണഗതിയിൽ 54 വയസ്സിൽ സർവീസിൽ കയറുന്ന ഒരാൾക്ക് സുപ്രീം കോർട്ടിലെത്താനുള്ള സാധ്യത കുറവാണ്, വളരെ കുറവാണ്. സാധാരണ ഒരു 60, 61, 62 വയസ്സ് എത്തിയാൽ ചിലപ്പോൾ അന്നത്തെ കാലത്ത് സുപ്രീം കോടതിയിൽ ചെല്ലാമായിരിക്കാം. പക്ഷേ ഡെസ്റ്റിനി അങ്ങനെ അല്ല വെച്ചത്. 2 കൊല്ലം കൊണ്ട് അദ്ദേഹം ലോ കമ്മീഷനിലേക്ക് പോയി. ലോ കമ്മീഷൻ അറിയോ? യു നോ ദി ലോ കമ്മീഷൻ. ഇറ്റ് റെക്കമെൻഡ്സ് ദ ലോസ്. അറിയോ? ഐ ക്യാൻ ഹാവ് സം, യു ക്യാൻ ഓൾവേസ് സ്പീക്ക് അപ്പ്. അനുസ്മരണമല്ലേ, അപ്പം പിന്നെന്താ? അപ്പോൾ 2 കൊല്ലത്തിൽ ലോ കമ്മീഷനിൽ പോയതുകൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് ഇന്ദിരാഗാന്ധി പിക്ക് ആൻഡ് ചൂസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അന്നത്തെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധി അന്നത്തെ ലോ റിഫോംസ് ആൻഡ് ലാൻഡ് റിഫോംസിന് തക്കതായ ഒരു ജഡ്ജി വേണമെന്നുള്ള ഒരു കാരണം കൊണ്ട് അന്നത്തെ മിസ്റ്റർ ഗോഖലെ, ഹു വാസ് എ ലോ മിനിസ്റ്റർ, അങ്ങോരുടെ ഒരു റെക്കമെൻഡേഷനോട് കൂടി കൃഷ്ണായർ സ്വാമിയെ ലോ കമ്മീഷനിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണായരെ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം പോസിബിളി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്യേണ്ട ഒരാളായിരുന്നു. സോ ദിസ് ഈസ് ഹൗ ഡെസ്റ്റിനി പ്ലേഡ് ഫോർ ദ കൺട്രി. ഇത് നാടിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നടന്ന ഒരു ഡെസ്റ്റിനിയുടെ ഒരു പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം മരിച്ചു, ശരിയാണ്. ഇപ്പം നമ്മളിന്ന് 2ാം ചരമദിനം അനുസ്മരണം എന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാർക്ക് അദ്ദേഹം മരിച്ചിട്ടില്ല. ഇത് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുകയല്ല. സ്വാമിക്ക് ഒരിക്കലും മരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് നമ്മൾ കാണുന്ന വിധത്തിലായിരുന്നില്ല അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്.
മരണം ഒരു എൻഡായിട്ട് അദ്ദേഹം കണ്ടിട്ടേ ഇല്ല. ഇത് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഹാവ് യു എനിബഡി റെഡ് അബൌട്ട് ഓൾ ദിസ്? വായിച്ചായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളും, മരണം എന്നുള്ളത് ഒരു ട്രാൻഷ്യൻറ്റ് മൂവ്മെൻറ്റ് ടുവേർഡ്സ് അനദർ ലൈഫ് അല്ലെങ്കിൽ അനദർ ഫോം എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് കൃഷ്ണയ്യർ സ്വാമി ഏതോ ഒരു ഫോമിൽ ഇവിടെ തന്നെയുണ്ട്. ഹിസ് സോൾ ഇസ് സ്റ്റിൽ ദെയർ, ഇറ്റ് ഇസ് ഇൻ ദ കോസ്മോസ്. അത് നമുക്കത് കണ്ടുപിടിക്കാനോ നമുക്ക് അറിയാനുള്ള പവർ നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഐ ഓൾവേസ് ലുക്ക് അപ്പ് ടു ഹിം. ഞാൻ ജഡ്ജിയായിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്നാൽ പോലും ജഡ്ജ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത് ഇന്നലെയോ മിനിയാന്നോ വരെ ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ എനിക്കൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ എൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഐ ഗോ ബാക്ക് ടു ദ എൻസൈക്ലോപീഡിയ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻറ്റ്സ്. ഷുവറായിട്ട് അതിൽ നിന്ന് എനിക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്താണോ വേണ്ടത് അതിലുണ്ട്, അത് യാതൊരു സംശയവുമില്ല. ജഡ്ജ്മെൻറ്റ്സ് മുഴുവൻ 700ഓളം ജഡ്ജ്മെൻറ്റ്സാണ് കൃഷ്ണയ്യർ സ്വാമി സുപ്രീം കോർട്ടിൽ നിന്ന് എഴുതിയതായിട്ട് പറയുന്നത്. 700 ജഡ്ജ്മെൻറ്റ്സ്, അധികമല്ല എന്ന് തോന്നും. ഇവിടെ ലോ സ്റ്റുഡൻസ് ആരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ക്യാൻ യു ജസ്റ്റ് പുട്ട് അപ്പ് യുവർ ഹാൻഡ്? അതെ, ലോ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം, അവർക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ അവർ പഠിക്കുന്ന ഓരോ ടെക്സ്റ്റ് ബുക്കും കൃഷ്ണയ്യർ സ്വാമി എഴുതിയ ജഡ്ജ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. അത് ലിബർട്ടീസിൻ്റെ കേസിലാണെങ്കിലും ക്രിമിനൽ ലോയിൻ്റെ കേസിലാണെങ്കിലും ജെൻഡർ ജസ്റ്റിസിൻ്റെ കേസിലാണെങ്കിലും, വിച്ച് ഇസ് സോ എലൈവ് ടുഡേ. ഇന്നും നമ്മൾ ജെൻഡർ ജസ്റ്റിസ് പറയുന്നു. അമ്പലങ്ങളിലും മോസ്കിലും സ്ത്രീകൾക്ക് കയറുന്നതിനെ പറ്റി ഇഷ്യൂസ് നിലവിൽ നിൽക്കുന്നു. 70കളിൽ കൃഷ്ണയ്യർ സ്വാമി ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി വാദിച്ച ഒരാളാണ്. എല്ലാ ജഡ്ജ്മെൻറ്റ്സും നമ്മൾ ഈ പ്രൈവറ്റ്, അതായത് നമ്മുടെ ഈ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ സക്സഷൻ ലോസും ഹിന്ദു ലോ, മുസ്ലിം ലോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻറ്റർപ്രിട്ടേഷൻ സ്വാമി ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, സ്വാമി ചെയ്തിരുന്ന ഇൻറ്റർപ്രിട്ടേഷൻ ഫ്രം ദി ആംഗിൾ ഓഫ് ജെൻഡർ ജസ്റ്റിസ്, അതായത് സ്ത്രീകളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അത് മുസ്ലിം ലോ ആണെങ്കിലും ഹിന്ദു ലോ ആണെങ്കിലും ക്രിസ്ത്യൻ ലോ ആണെങ്കിലും. സോ ഹി വാസ് എ വിഷണറി. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പിലൊരു വിഷണറി ഇതുവരെ ഇനി കാണാൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതുപോലെ ജനിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പക്ഷേ അത് ജഡ്ജി ആവാനോ ജഡ്ജ്മെൻറ്റ് എഴുതാനോ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹി വാസ് ഈക്വലി ഇംപ്രസീവ് ആസ് എ ലെജിസ്ലേറ്റർ, ആസ് എ മിനിസ്റ്റർ, ആസ് എ ലോ കമ്മീഷൻ മെമ്പർ ആൻഡ് ആസ് എ ജഡ്ജ്. ലോ കമ്മീഷൻ മെമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന ചില റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചാൽ, ഇഫ് യു കൻ ഗോ ടു ദ ലൈബ്രറി ആൻഡ് റീഡ്, ഇതിലൊന്നും നിയമം നോക്കണ്ട. ഇറ്റ് ഈസ് റിമാർക്കബിൾ. നമ്മൾക്ക് ഇന്നും ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അന്നത്തെ ഗവൺമെൻറ് എത്രയോ ജൂനിയറായ ജസ്റ്റിസ് കൃഷ്ണയ്യരെ അന്ന് സുപ്രീം കോടതിയിലേക്ക് പിക്ക് ചെയ്തു. വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഈ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് അധികം സമയം എടുക്കില്ല, ഡോൺ വറി, ബോറടിപ്പിക്കുകയാണോ എനിക്ക് അറിയില്ല. അനുസ്മരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ, കുട്ടികളായതുകൊണ്ട്, യു ആർ ഓൾ യങ് ചിൽഡ്രൻ, ദ നെക്സ്റ്റ് ജനറേഷൻ, ഹാപ്പി ടു സീ യു ഹിയർ. അനുസ്മരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനൊരു 2-3 കൊല്ലം മുമ്പ്, അദ്ദേഹം മരിക്കുന്നതിന് ഒരു 1-2 കൊല്ലം മുമ്പാണ്, ഞാൻ വൈകുന്നേരങ്ങൾ അദ്ദേഹത്തിന് എല്ലാ ദിവസവും കാണുമായിരുന്നു. നവാസിനറിയാം, നവാസും ഞങ്ങളൊക്കെ ഇതുപോലെ, നവാസ് എന്ന് എറണാകുളത്തുണ്ടെങ്കിലും മേയറിനും അറിയാം, വൈകുന്നേരങ്ങളാണ് സ്വാമിയുടെ അടുത്ത് ഏറ്റവും ഫെർട്ടൈലായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയം. എൻ്റെ സമയം സ്വാമി ഉറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പാണ്. ഐ ലീഡ് ഹിം ടു സ്ലീപ്പ്. അങ്ങനെയാണ് സംസാരിച്ച് സ്വാമി ഉറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് വെറുതെ ചോദിച്ചാണ്, വളരെ ഈ മരിക്കുമെന്നോ അല്ലെങ്കിൽ മരണം കഴിഞ്ഞുള്ള കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, സ്വാമി, വെൻ യു സ്പീക്ക് യുവർ സെൽഫ് ആസ് എ ലെജിസ്ലേച്ചർ, ആസ് എ മിനിസ്റ്റർ, ആസ് എ ലോ കമ്മീഷൻ ചെയർ മെമ്പർ, ആസ് എ ജഡ്ജ്, എന്തായിട്ടാണ് അറിയപ്പെടാൻ താല്പര്യം? എങ്ങനെയാണ്, ഹൗ ഡു യു വോണ്ട് യുവർ സെൽഫ് ടു ബി റിമെമ്പേർഡ്? അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. സ്വാമിയുടെ ഇനീഷ്യൽ ആൻസർ അതൊരു വളരെ ഡിഫിഡൻറ്റ് ആൻസർ ആയിരിക്കും. ഐ ഡോണ്ട് വോണ്ട് ടു ബി നോൺ അറ്റ് ഓൾ. അത് ശരിയായിരുന്നില്ല എന്ന് എനിക്കറിയാം. സോ ഐ പെർസിസ്റ്റഡ്. എന്നാലും വാട്ട് ഈസ് ഇറ്റ്? Please listen to this. He said, please remember me as a righteous and upright person. And this is how we wanted to be known. Righteous. And Malayalam endano? Can you help me with somebody? Righteous, upright. ശരി ചെയ്യുന്ന ആളെന്നാണ്. അപ്പോൾ റൈറ്റിയസ് ആൻഡ് അപ്രൈറ്റ് എന്നുള്ള വേർഡാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വാക്കുകൾ നിങ്ങൾ കണ്ടതാണ്. ഹീ ഈസ് എ മാൻ, ഹീ ഈസ് എ ലിംഗ്വിസ്റ്റ്. വെൻ ഹി സ്പീക്സ് ഇംഗ്ലീഷ്, ഹി സ്പീക്സ് ഓൺലി ഇംഗ്ലീഷ്. എൻ്റെ പോലെയല്ല, മലയാളം പറയുമ്പോൾ മലയാളം മാത്രമേ പറയുള്ളൂ. എല്ലാ വാക്കുകളും അദ്ദേഹത്തിന് അറിയാം. ഇത്രയും വലിയൊരു വൊക്കാബുലറി ഉള്ള ഒരാളെ നിങ്ങളാരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതാണ് കഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ട് ഇഫ് യു ഗെറ്റ് ഇൻസ്പയർഡ് ടു റീഡ് ഈവൻ വൺ ഓഫ് ഹിസ് ആർട്ടിക്കിൾസ്, വൺ ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ്സ്, മൈ ഗോൾ ഇസ് അച്ചീവ്ഡ്. ഐ എം ഡ്രോയിങ് യു ടു ദി ഇമ്മെൻസ്ഡ് വിസ്ഡം ഇൻ ജസ്റ്റിസ് കൃഷ്ണയ്യർസ് വർക്ക്സ്. ഇത് മാത്രമേ നമുക്കിനി കൃഷ്ണയ്യർക്ക് വേണ്ടി ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാനുമില്ല, അദ്ദേഹത്തിന് ആവശ്യമില്ല. ദിസ് ഈസ് വാട്ട് യു ക്യാൻ ഡു ടു യുവർ സെൽഫ്. ഇറ്റ് ഈസ് എ വെൽത്ത് ഓഫ് ഫിലോസഫി, ഇറ്റ് ഈസ് എ വെൽത്ത് ഓഫ് വിസ്ഡം, ഇറ്റ് ഈസ് എ വെൽത്ത് ഓഫ് എവറിത്തിങ് ദാറ്റ് യു റിക്വയർ. ബിലീവ് മീ, ഇത് ഞാൻ പറയുന്നത് ഒരു എക്സാജറേഷൻ ആണെന്ന് വിശ്വസിക്കേണ്ട. പ്ലീസ് ഗോ ആൻഡ് സീ. ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കൂ. ഐ എം ഷുവർ നിങ്ങൾ ഒരു ആർട്ടിക്കിൾ തുടങ്ങിയാൽ നിർത്താൻ സാധിക്കില്ല, നിങ്ങളത് മിക്കവാറും പിന്നെയും വായിക്കാൻ ശ്രമിക്കും. So this is what I want you to do. This is how we must remember Krishnayar. ഞാൻ ഒരു റിട്ടൺ സ്പീച്ചുമായിട്ടാണ് വന്നത്. ബട്ട് ഐ തോട്ട് ഈ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ റിട്ടൺ സ്പീച്ചിൻ്റെ ആവശ്യമില്ല. ഐ വിൽ ലീവ് ഇറ്റ് വിത്ത് നവാസ്. ഐ എം സ്പീക്കിംഗ് ഓഫ് ആൻഡ് ബിക്കോസ് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓടി വരുന്നത്. വൈകുന്നേരം സ്വാമിയുടെ അടുത്ത് പോയിരിക്കുന്ന ഒരു സമയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 8-8:15 സ്വാമി ഒരു 8-8:45 ഉറങ്ങുമായിരുന്നു. നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ വരും. വളരെ ദേഷ്യമല്ലാത്തൊരു മൂഡാണെങ്കിൽ എന്താ വരാത്തതെന്ന് ചോദിക്കും. ദേഷ്യമുള്ള മൂഡാണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വരാൻ പിന്നെയും ലേറ്റായാൽ ചോദിക്കും, എന്താ നിങ്ങൾ എന്നെ ഈ വയസ്സിനെ മറന്നോ എന്ന് ചോദിക്കും. ദെൻ യു റൺ, ഓടി ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്നു, യു സ്പെൻഡ് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്ന സമയം എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ആ 10 മിനിറ്റ് മതി. പക്ഷേ ഐ ഹാഡ് ദാറ്റ് 10 minutes ഫോർ നിയർലി 7 to 8 years. 7-8 കൊല്ലം ആ ഒരു 8 മണി 8:30 എന്നുള്ള സമയത്തിലെ 10 മിനിറ്റ് എനിക്ക് വേണ്ടി റിസർവ്ഡ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം വാട്ട് ഐ ആം ടുഡേ. എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത വേറൊരു വ്യക്തിത്വം ഉണ്ടാവാനുമില്ല, ഇനി ഉണ്ടാവൂല. ഹി ക്യാൻ റിയലി ഇൻസ്പയർ യു. നിങ്ങൾക്കൊക്കെ വേണ്ടതാണ്, ഇന്നത്തെ ജനറേഷന് വേണ്ടത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ആളോ അല്ലെങ്കിൽ ഒരു തോട്ടോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയോ ആണ്. I am really unhappy, I am really sad that you don't have the benefit of having Krishnayar standing where I am standing and speaking to you. That would have been an extremely different experience. We are all extremely pale in comparison to what he could have said to you, what he could have done to you, what he could have thought about. എന്ത് കാര്യത്തിലും ഇത്ര വ്യത്യാസപ്പെട്ട് സംസാരിക്കുവാനും അതിനെപ്പറ്റി ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് ഇപ്പോൾ സായിപ്പിൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു യൂസേജ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കുവാനും പറ്റിയിരുന്ന ഒരാളെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടില്ല, ഇനി കാണാനും സാധ്യത കുറവാണ്. ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയാം. ഞങ്ങളൊക്കെ തന്നെ ചിന്തിക്കാൻ വി സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഐ തിങ്ക് ഒരു കാര്യം നിങ്ങൾ അഗെയിൻ ഐ തോട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരിക്കാം പോസിബിളി. ഐ ഹോപ്പ് യു വിൽ അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ ഓൺ ദിസ്. കൃഷ്ണയ്യർ സ്വാമിയുടെ ജഡ്ജ്മെൻറ്റ്സിൽ വേറെ ഒരു ജഡ്ജ്മെൻറ്റിലും ഇന്ത്യൻ ജഡ്ജ്മെൻറ്റ്സിലോ ഇന്റർനാഷണൽ ജഡ്ജ്മെൻറ്റ്സിലോ ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ആൻഡ് വിവേകാനന്ദ. വിവേകാനന്ദയെ വായിച്ചിട്ടുണ്ടോ? എനിബഡി? അദ്ദേഹം മാത്രമേ എല്ലാത്തിനും കൈവെക്കുന്നുള്ളൂ. പ്ലീസ് റീഡ് വിവേകാനന്ദ. ഇന്ത്യൻ ഈഥോസ്, ഇന്ത്യൻ തോട്ട്സിൻ്റെ ഏറ്റവും വലിയ റിപ്പോസിറ്ററിയാണ് വിവേകാനന്ദൻ്റെ വർക്ക്സ്. ടാഗോറിൻ്റെയും വിവേകാനന്ദൻ്റെയും വർക്ക്സ് ഇത്ര അധികം ഉപയോഗിച്ച ഒരു ഇന്ത്യൻ ഓർ ഇൻ്റർനാഷണൽ ജഡ്ജ് വേറെ ഇല്ല. എൻ്റെ അറിവിൽ വേറെ ആരും അത് ഉപയോഗിച്ചിട്ട് തന്നെയില്ല. ആ ഒരു ഫീലിംഗ് ഓഫ് പെയിൻ ഫോർ ദി ഡൗൺ ട്രോഡൻ, അത് വെറുതെ പറയുന്നതോ അത് ജഡ്ജ്മെൻറ്റിൽ ഒരു എഫക്റ്റ് വരാനോ വേണ്ടി കൃഷ്ണയ്യർ സ്വാമി പറഞ്ഞ കാര്യങ്ങളല്ല. ഹി ഫെൽറ്റ് ഫോർ ഇറ്റ്. ഹി ഹാഡ് ടോൾഡ് മീ ഹാർട്ട് പെയിൻ ചെയ്യും ചില കേസുകൾ കേൾക്കുമ്പോൾ. ആൻഡ് ഹി യൂസ് ടു ദെൻ റിസൈറ്റ് ഫ്രം ദ ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ വേഴ്സ് 13, ദ സോങ് ഐ കെയിം ടു സിംഗ് റിമെയിൻസ് അൺസങ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു വേഴ്സ് 13 ഉണ്ട്. പ്ലീസ് റീഡ് ഇറ്റ് ഇഫ് യു ക്യാൻ. And that will be the greatest service you can do to the memory of Justice Krishnayar. And if you can do that, ഞാൻ ഈ സമയം ഇത്രയും സമയം നിങ്ങളുടെ വേസ്റ്റ് ചെയ്ത് ഇത്രയും അതിൽ ബിക്കം വർത്ത് വൈ. ബാക്കി സ്വാമിയുടെ കോൺട്രിബ്യൂഷൻസ് ഓൺ ലോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് വെരി റെലവൻറ്റ് ടു യു എനിമോർ. പക്ഷേ നിങ്ങൾ അറിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വന്നിരിക്കുന്ന പല റൈറ്റ്സും പല ലിബർട്ടി ഇഷ്യൂസും, നിങ്ങൾക്കിന്ന് ധൈര്യമായിട്ട് റോഡിൽ നടക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരു അറസ്റ്റോ ഡീറ്റൻഷൻ്റെ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നു, നിങ്ങൾക്കൊരു എക്സിക്യൂട്ടീവിൻ്റെ ഓപ്പറേഷൻ്റെ പേടിയില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ബിലീവ് മീ, ഇതെല്ലാം തന്നെ 1970s എമർജൻസിയുടെ മുമ്പും പിമ്പും ഉണ്ടായിരുന്ന കുറേ ജഡ്ജ്മെൻറ്റ്സിൻ്റെ ബേസിസിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓഥേഴ്സ് കൃഷ്ണയ്യർ സ്വാമി. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റിമൈനിങ് ഫോർ യു, വാട്ട് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇഫ് യു ക്യാൻ റീഡ് ഹിസ് ജഡ്ജ്മെൻറ്റ്സ്, അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. ഫോണില്ലാത്തൊരു കുട്ടിയുണ്ടോ? കൈവെക്കുമോ? ഫോണില്ലാത്ത കുട്ടികളുണ്ടോ? സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികളാണ്, അതോ ഫോണില്ല എന്നാണ്?
യു ജസ്റ്റ് ഹാവ് ടു ഗോ ടു ദി ഇൻ്റർനെറ്റ്, സെർച്ച് VR കൃഷ്ണയ്യർ ജഡ്ജ്മെൻറ്റ്സ് എന്നോ ആർട്ടിക്കിൾസ് എന്നോ അടിച്ചു നോക്കൂ. പ്ലീസ് റീഡ്. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിന് വേണ്ടി ചിലവാക്കിയ കാശിന് മുതലാവും. പ്ലീസ് ഡൂ ദാറ്റ്. He was a great visionary. He was a human being par excellence. അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഐ എം അൺഹാപ്പി ദാറ്റ് യു ഡിഡ്ന്റ് ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് മീറ്റിംഗ് ഹിം. ഞാൻ നിർത്തുകയാണ്. ചെറിയ കാര്യം എന്നോട് മേയർ എന്നെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം വൈകുന്നേരം ഒരു ചെറിയ ഗ്രൗണ്ടിൽ നടക്കാനിറങ്ങി. സാനുമാഷിനെ കേട്ടിട്ടുണ്ടോ? സാനുമാഷും അവിടെ ഉള്ള ഡോക്ടർ രാമചന്ദ്രൻ കോഴിക്കോടാണ്, ശരിയാണ്. ഈ ഈസ് നൗ ഷിഫ്റ്റഡ് ടു എറണാകുളം. ഇവരാണ്. സ്വാമിക്ക് നടക്കാൻ സാധിക്കില്ല മിക്കവാറും. കാരണം ആൾക്കാർ വന്ന് മുമ്പിൽ നിന്ന് സംസാരിച്ച് ഒരു 100 മീറ്റർ റൗണ്ട് അടിക്കണമെങ്കിൽ സ്വാമിക്ക് ചിലപ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ട്. ആൾക്കാർ മൂവ് ചെയ്യാൻ സമ്മതിക്കില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും വന്ന് തൊഴും, മുമ്പിൽ നിൽക്കും, സംസാരിക്കും. ഹി വാസ് എ പീപ്പിൾസ് മാൻ. ഹി വാസ് നെവർ എ ചീഫ് ജസ്റ്റിസ്. ഒരു ചീഫ് ജസ്റ്റിസ് അല്ലാതെ ഇത്രയധികം ആൾക്കാർ ഓർമ്മിക്കുന്ന ഒരു ജഡ്ജി. മിക്കവാറും നമ്മൾ എപ്പോഴും ചീഫ് ജസ്റ്റിസുമാരെയാണ് ഓർക്കുക. അത് വക്കീലന്മാർക്ക് അറിയാം. ഒരിക്കൽ പോലും ചീഫ് ജസ്റ്റിസ് അല്ലായിരുന്നു അദ്ദേഹം. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ല. പക്ഷേ ഇന്നുള്ള എല്ലാ ചീഫ് ജസ്റ്റിസുമാരെയും ഒരുമിച്ച് നിർത്തിയാൽ കൂടുതൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആദരവും അംഗീകാരവും VR കൃഷ്ണയ്യർക്ക് ഇന്ന് ലോകവും ഇന്ത്യയും കൊടുക്കും. Please clap for his memory and please promise me that you will read his works. Please do that. അങ്ങനെയാണെങ്കിൽ and clap for that and I will stop it there. Thank you.